Good evening. Good evening, ma. Good evening, ma'am. Good evening.
Good evening, ma'am. ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നോ ക്ലാസ് ഉണ്ടെന്നുള്ളത്? അങ്ങനെ ഇൻഫർമേഷൻ ഇല്ല, നമുക്ക് ഉള്ളതാണല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ കേറിയതാ. എന്താണ്? അല്ല, ഇന്ന് ക്ലാസ് ഇല്ലെന്നെന്തോ പറഞ്ഞിരുന്നല്ലോ, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, ഇന്നലെ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ അല്ലേ? ഓക്കെ ഓക്കെ, ചോദിച്ചെന്നുള്ളൂട്ടെ ഞാൻ. ക്ലാസ് ഓക്കെ ഉണ്ടല്ലോ. ഓക്കെ. ക്യുമുലേറ്റീവ് റെക്കോർഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഓർമ്മയുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് നേച്ചർ ഓഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്. അതിൽ തന്നെ യൂസ് ഓഫ് പ്രീ ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്, സോറി യൂസ് ഓഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്താണ് ക്യുമുലേറ്റീവ് കാർഡിന്റെ ഉപയോഗം എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ്. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നു? അത് വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കാൻ സമയം വേണോ ആർക്കെങ്കിലും? എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ടൈം ആവശ്യമുണ്ടോ വായിക്കാനായിട്ട്, റീഡ് ചെയ്യാൻ? ഇല്ല. ഓക്കെ. First point, it helps teachers and counselors to recognize the needs of the individual students and understand their manifold problems. അതായത് ഓരോ വിദ്യാർത്ഥിയുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ അധ്യാപകന്മാരെയും അതായത് ടീച്ചേഴ്സിനെയും കൗൺസിലേഴ്സിനെയും ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നു. അപ്പോ ആദ്യത്തെ യൂസ് എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡിന്റെ? ഓരോ സ്റ്റുഡൻസിന്റെയും ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ അധ്യാപകർക്കും ടീച്ചേഴ്സിനും കൗൺസിലർമാർക്കും ക്യുമുലേറ്റീവ് കാർഡ് ഉപയോഗപ്രദമാണ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് കൗൺസിലേഴ്സ് ടു നോ ദ സ്ട്രെങ്ത് ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ആൻഡ് ഡീൽ വിത്ത് ദം. അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിന്റെയും സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക് പോയിന്റ് എന്താണ്, ഡെഫിഷ്യൻസി എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമുക്കറിയാലോ, ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ വീക്ക് പോയിന്റ്സ് ഉണ്ടാകും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക് പോയിന്റും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, it aids teachers and counselors to find special abilities in students which should be developed. അതായത് ഇവിടെ പറയുന്നത്, അതായത് സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ, ഓരോ കുട്ടികൾക്കും ചിലപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടാവും അല്ലെ? ഓരോരുത്തർക്കും എന്താ പറയാ വ്യക്തിപരമായിട്ട് ഓരോരോ കഴിവുകളുണ്ട്. അപ്പോ എന്താ പറയാ നല്ല രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കും. ഓക്കെ. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഫർണിഷസ് suggestions and reason as to why certain students are adjusted to the school situation. അതുപോലെ തന്നെ
ചില വിദ്യാർത്ഥികൾ, അതായത് ചില സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അറേഞ്ച്മെന്റ്സ് വേണം. ഇപ്പോ പറയാലോ, ചില കുട്ടികൾക്ക് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും അംഗവൈകല്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കുറിച്ച് പ്രത്യേകം നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കും. ഓക്കെ, 4 പോയിന്റും ക്ലിയർ ആണോ? 4 പോയിന്റ് പറഞ്ഞു ഞാനിപ്പോ. ഓക്കെ ആണ്. ഓക്കെ, then 5th point, it contains data which may be useful in deliberating with the certain students about behavior problems. അതുപോലെ തന്നെ എന്താ പറയാ, കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്, ബിഹേവിയറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് യൂസ്ഫുൾ ആണ്. ഓക്കെ, then 6th point, it provides information which is helpful while talking with the students about their achievements at school. അതുപോലെ തന്നെ എന്താണ്, വിദ്യാർത്ഥികളുടെ എന്താ പറയാ, സ്റ്റുഡൻസിന്റെ സ്കൂളുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും വിജയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിനും വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, then next 7th point ആണ്, it contains data of using deliberating with the teachers about an individual students. അതായത് കുട്ടികളുമായിട്ട് ഇപ്പോ ഒരു കുട്ടി ഒരു ടീച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരിൽ നിന്ന് പരമാവധി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് വിദ്യാർത്ഥികളെ കുറിച്ച്, അതായത് അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് ഓരോ കുട്ടികളെയും പേഴ്സണൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നു. Okay, then 8th point, it furnishes counselors in adding students to plan their high school and post high school courses to study sensibly. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്താ പറയാ, ഹയർ രീതിയിലുള്ള എഡ്യൂക്കേഷൻ, അതായത് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നു. അതായത് കുട്ടികൾക്ക് കൂടുതൽ എന്താണ്, അവരുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഓരോ എന്താ പറയാ ക്ലാസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഡിവിഷൻസ് അല്ലെങ്കിൽ ഓരോ ക്ലാസ് റൂമുകൾ ഇങ്ങനെ കഴിയും തോറും അവരുടെ ആ ഒരു ക്ലാസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുവാണ്. അപ്പോ അത്തരത്തിൽ കുട്ടികൾക്ക് ഉയർന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നു. The next point, it is valuable in assessing the students' occupational insights and in aiding them to become realistic in their vocational planning. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും ഒക്യുപേഷണൽ സ്കിൽസ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് ഒക്യുപേഷണൽ സ്കിൽസ്? സ്റ്റുഡൻസിന്റെ ഒക്യുപേഷണൽ സ്കിൽസ് എന്താ? ഏത് തൊഴിലാണോ താല്പര്യം ആ ഒരു രീതിയിലേക്ക്. അതായത് ആ കുട്ടിക്ക് ഏത് തൊഴിലാണോ അല്ലെങ്കിൽ ഏത് ജോലിയാണോ ചെയ്യാനാണ് താല്പര്യം, ചെറുതിലെ തന്നെ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏത് തൊഴിലോടാണ് ആ കുട്ടിക്ക് താല്പര്യം, ആ രീതിയിലുള്ള പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നു. ഓക്കെ, the next point, it provides much of the raw material which is used in preparing case studies of certain problem students. അതുപോലെ തന്നെ പ്രശ്നക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ, സ്റ്റുഡൻസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം സ്കൂളുകളിൽ ചില എന്താണ് എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ, കുറച്ച് വികൃതിത്തരങ്ങളൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവാറില്ല എല്ലാ സ്കൂളിലും. ഉണ്ടാവാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഫോംസ് ആൻ എക്സലന്റ് ഓസിസ് ഫോർ റിപ്പോർട്ട്സ് ടു കൊളീഗ്സ്, സ്കൂൾ, കോളേജസ്, സ്കൂൾസ് ആൻഡ് ഇവൻച്വൽ എംപ്ലോയീസ്. അതുപോലെ തന്നെ ഇത് പല സ്ഥലത്തും, അതായത് എന്താ പറയാ പല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് എന്താ പറയാ സ്കൂളുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലായിക്കോട്ടെ, ഈ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് ഉണ്ടെങ്കിലാണ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാ തരത്തിലും ഇതൊരു ഒഫീഷ്യൽ റെക്കോർഡ് മാത്രമല്ല, അതായത് കുട്ടികളെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിനെ സഹായിക്കുന്ന ഒരു റെക്കോർഡാണെന്ത്?
ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല ഇതിനകത്ത് അവരുടെ മെന്റൽ ഡെവലപ്മെന്റും അല്ലെങ്കിൽ ബിഹേവിയർ ഡെവലപ്മെന്റും എന്തിൽ വരുന്നുണ്ട്, ക്യുമുലേറ്റീവ് റെക്കോർഡിൽ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എന്താ പോയിന്റ് പറഞ്ഞു. കേട്ടില്ല. ഏതാണ്, ഏത് പോയിന്റ് ഞാൻ പറഞ്ഞില്ല? എന്തെങ്കിലും വിട്ടുപോയോ? പോയിന്റ് പറഞ്ഞില്ല അല്ലെ? ഇറ്റ് ഈസ് യൂസ് ഓഫ് കൺവെൻഷൻ വിത്ത് പാരന്റ്സ് അബൌട്ട് ദ അച്ചീവ്മെന്റ്സ് ആൻഡ് സ്കൂൾ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദെയർ ചിൽഡ്രൻ. അതായത് സ്കൂളുകളുടെ നേട്ടങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഗുഡ് ഈവനിങ് തമന്ന. സ്കൂളിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടും ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇതെല്ലാവരും ഒന്നും അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് വായിച്ചു മാത്രം പോയാൽ മതി ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മനസ്സിലായില്ല എല്ലാ കാര്യങ്ങളും? ജസ്റ്റ് ഇനി വായിച്ചാൽ മതി കേട്ടോ അത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ വായിക്കുക, മൈൻഡിൽ റീഡ് ചെയ്യുക. സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സ്. സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സ്. എത്ര പേര് വരുന്നുണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിന് ശനിയാഴ്ച സാറ്റർഡേ? മാം MT6 ആണോ? 6ഉം 7ഉം പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ശനിയാഴ്ച സാറ്റർഡേ. ഗ്രീഷ്മ വരുന്നുണ്ട്? ഉണ്ട് മാം. ആരൊക്കെയാ വരാന്ന് വരുന്നത്? വിചാരിക്കുന്നു. ബാക്കി ക്ലാസ്സുകളൊന്നും മര്യാദക്ക് കിട്ടിയിട്ടില്ലേ. അപ്പൊ ഓക്കെ, പിന്നെ ആരൊക്കെയാ വരുന്നേ? ഞാൻ വരുന്നുണ്ട്. വരുന്നുണ്ട് അല്ലേ? ഓക്കെ, റീഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറയാം കേട്ടോ ഗ്രീഷ്മ, പറയാം. ഓക്കെ, എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സ്? വായിച്ചപ്പോ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്താണെന്ന്. എന്തായിരിക്കും? സ്കൂളിലേക്കുള്ള ഫർണിച്ചറും കാര്യങ്ങളും. സ്കൂളിലേക്കുള്ള ഫർണിച്ചറും കാര്യങ്ങളും അല്ലെ? അതായത് സ്കൂളിലെ മൊത്തത്തിലുള്ള വസ്തുക്കളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള രജിസ്റ്റർ ആണത്. സ്കൂളിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ, എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പെടുക, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? ഫർണിച്ചേഴ്സ് അല്ലേ? ഫർണിച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ? ഫർണിച്ചറുകള്, അതുപോലെ തന്നെ മറ്റു പല ഉപകരണങ്ങള് എന്നിവയുടെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇത് വാങ്ങുമ്പോൾ, അതായത് ഇപ്പോ സ്കൂളിലേക്ക് ഒരു മേശയോ അല്ലെങ്കിൽ ഒരു കസേരയോ എന്താ പറയാ ഡെസ്കോ ബെഞ്ചസോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്കൂളിലെ എല്ലാവിധ ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഉപകരണങ്ങൾ, പലതരത്തിലുള്ള മെഷീനുകൾ, കമ്പ്യൂട്ടറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ എന്ത് ചെയ്യണം? വർഷത്തിൽ ഒരിക്കല് ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടോ? എന്തിനെങ്കിലും കാലാവധി കഴിഞ്ഞോ? എന്തിനെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്
ഈ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോ ഡീറ്റെയിൽസ് മാത്രമല്ല, വർഷത്തിൽ ഒരു തവണ എന്ത് ചെയ്തിരിക്കണം, ഇത് മൊത്തമേ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കണം, ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രജിസ്റ്ററിൽ താഴെ പറയുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക. ആദ്യത്തേത് നെയിം ഓഫ് ദ ആർട്ടിക്കിൾ, അതായത് ഉപകരണത്തിന്റെ പേര്. ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഉപകരണമാണ്. എന്ത് സാധനമാണോ വാങ്ങിയിട്ടുള്ളത് അതിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. Then quantity and cost of the articles, അതായത് എത്ര എണ്ണമാണ് വാങ്ങിയത്, അതുപോലെ അതിന്റെ വില എത്രയാണ്. ഇപ്പൊ മേശ ചിലപ്പോ ഒരു 100 എണ്ണം വാങ്ങിയിട്ടുണ്ടാകാം. ഓക്കെ. അല്ലെങ്കിൽ ഒരു എന്താ പറയാ 50 എണ്ണം വാങ്ങിയിട്ടുണ്ടാവാം. അത് എണ്ണം എത്രയാണ്, അതുപോലെ എത്രയാണ് ഒരെണ്ണത്തിന്റെ വില വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മൊത്തം എത്ര കോസ്റ്റിനാണ് വാങ്ങിയിട്ടുള്ളത്, ആ ഒരു ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. പിന്നെ ഡേറ്റ് ഓഫ് പർച്ചേസ്, എന്നാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇന്നാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എന്ത് ചെയ്തിരിക്കണം, സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കണം. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് വേണം എത്ര എണ്ണം വാങ്ങി ഇത്ര വിലയായെന്ന് എഴുതാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നെയിം ഓഫ് ദ ഫെയിം വിച്ച് സപ്ലൈഡ് ദ ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഏത് കമ്പനിയിൽ നിന്നാണോ നമ്മൾ വാങ്ങിയത് ആ ഒരു കമ്പനിയുടെ പേരുണ്ടാവണം. എവിടെ നിന്നാണ് നമുക്കിത് സപ്ലൈ ചെയ്തിട്ടുള്ളത്, അല്ലെ? ചിലപ്പോൾ ഷോപ്പ് ഹോൾസെയിൽ ആയിട്ടാകാം, അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടാകാം, അല്ലെങ്കിൽ വേറെ വല്ല കമ്പനി സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് എന്താ പറയുക ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്ന ചില കമ്പനികൾ, ഫാക്ടറികൾ ഉണ്ടാകാം. അപ്പൊ ആ ഒരു കമ്പനിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ അടുത്തത് എന്താണ്, ദ അതോറിറ്റി ഓർഡറിംഗ് പർച്ചേസ്. അതുപോലെ തന്നെ ഏത് അതോറിറ്റിയാണ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ആരാണ് ഈ ഒരു ഇത് വാങ്ങാനായിട്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്, ആരാണ് ഇത് വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു അതോറിറ്റിയുടെ നെയിമും അവിടെ കൊടുത്തിരിക്കണം. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ അതോറിറ്റി, അതായത് ഇപ്പോ എന്താ പറയാ മാനേജ്മെന്റ് ആണെങ്കിൽ അവരുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ഇന്ന ദിവസം ഇന്ന തീയതിയിൽ സാധനങ്ങൾ വാങ്ങി എന്നുള്ളതിന് അവരുടെ ഒരു സീൽ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് സ്റ്റോക്ക് രജിസ്റ്ററിൽ വേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി, സിമ്പിൾ അല്ലേ അത്? ഓക്കെ. Then next, reports to the parents. അതൊന്ന് വായിക്കാം കേട്ടോ. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, എന്താണ് റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ് എന്ന് പറയുന്നത്? ഒരാളൊന്ന് പറയാമോ? കുട്ടിയുടെ എന്താ? കുട്ടിയുടെ അക്കാഡമിക് കാര്യങ്ങൾ, അതുപോലെ ഹെൽത്ത് കണ്ടീഷൻ. നമ്മളിപ്പോ സ്കൂൾ ഡയറിയില്ലേ, അതിലും പോലെ പാരന്റ്സിന് കൊടുക്കുന്ന റിപ്പോർട്ട്സ്, അതിലൂടെ ആ റിപ്പോർട്ട്സിലൂടെ പാരന്റ്സിനും മനസ്സിലാവും ഏതൊക്കെ ഇതില് കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റ് വേണമെന്നുള്ളത്. പാരന്റ്സിന് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ അവരുടെ ആ റിപ്പോർട്ടിനനുസരിച്ചിട്ട് എങ്ങനെ കുട്ടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാന്ന് പാരന്റ്സിന് ഗൈഡ് ചെയ്യാൻ പറ്റും. അല്ലേ? ഓക്കെ. അപ്പോ എന്താ പറയാ, ഇത് പ്രധാനമായിട്ടും വേറെന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? മിസ്സേ, കുട്ടികളുടെ എക്സാം, അതുപോലെ മറ്റുള്ള അവരുടെ ആക്ടിവിറ്റീസ്, ആർട്സിൽ, സ്പോർട്സിൽ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവരുടെ മാനേഴ്സ്, ഇതിനൊക്കെ കുറിച്ചിട്ട് പീരിയോഡിക് ആയിട്ട് ഇവാലുവേഷൻ നടത്തുള്ളൂ. ഇപ്പൊ എക്സാം ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ശേഷം നമ്മൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് പാരന്റ്സിന് റിപ്പോർട്ട് കൊടുക്കുക. അപ്പോഴാണ് ഒരു കുട്ടി പക്ക ആക്റ്റീവ് ആണോ എന്ന് പാരന്റ്സിനും കൂടെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ സഫീദ പറഞ്ഞ പോലെ തന്നെ എന്താണ്, പാരന്റ്സിന്
കുട്ടികളെ കുറിച്ചുള്ള, അതായത് അവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക കരിക്കുലർ ആക്ടിവിറ്റീസ്, അതിലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരെങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അവരുടെ പഠന കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഇതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്നതാണ് എന്ത്. തന്നെ പറഞ്ഞോളൂ, എക്സാമ്പിൾ പറഞ്ഞോളൂ കേട്ടോ, നല്ലതല്ലേ, ഇപ്പൊ എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റും, പറഞ്ഞോളൂ. അതല്ല മാം, നമ്മള് ഇത് കേട്ടപ്പോ ഓർമ്മ വന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഇത് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പം നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ പേരൻസ് ആണ്. അപ്പൊ ഈ പീരിയോഡിക് ആയിട്ട് നമ്മൾ അവരെ വിളിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളിപ്പോ അത് ചെയ്യാറുണ്ട്. അതായത് എനിക്കൊന്നൊരു വീക്ക്ലി ഒരു 2 വീക്സ് കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ത്രൂ ഫോൺ കോൾ ആയിരിക്കും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ. ഇപ്പൊ ഹെൽത്തില് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിക്ക് ഭയങ്കര വീക്കാണ് ആള്. ക്ലാസ് ഇരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ, വലിയ കുട്ടിയാണ്. അപ്പോൾ പേരന്റിന്റെ അടുത്ത് നമ്മൾ പറയും ഈ ബ്രഞ്ച് ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് അവർക്ക് ഹെൽത്തി ആയിട്ട് കൊടുത്തു വിടണം. ക്ലാസ്സിൽ കുറച്ച് ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ ഇപ്പൊ ഒന്നിലും പങ്കെടുക്കാത്ത കുട്ടികൾ നമ്മൾ പറയും കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീട്ടിൽ നിങ്ങൾ നല്ലോണം ആളെ ഒന്ന് എല്ലാത്തിനും കൂടെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് പാടാൻ നല്ല കഴിവുണ്ട്, അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവര് നല്ല ബാക്കിലായിട്ട് സപ്പോർട്ട്. അപ്പൊ ആസ് എ റിസൾട്ട് പേരൻസിന് എന്ത് സംഭവിക്കും, അവര് കുട്ടികളെ ഫിസിക്കലിയും അവരുടെ ശാരീരികപരമായിട്ടും അതേപോലെ മാനസികപരമായിട്ടും സാമൂഹികപരമായിട്ടും വൈകാരികപരമായിട്ടും അവരുടെ കുട്ടികളെ ഇതുവഴി അവരുടെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് പ്രോപ്പറായിട്ട് കുട്ടികളെ വീട്ടിൽ ഗൈഡ് ചെയ്യാം. ആ ഒരു സപ്പോർട്ട് കൂടി കോപ്പറേഷനോടുകൂടി നമ്മൾ ടീച്ചേഴ്സായിട്ട് നമുക്ക് സ്കൂളിൽ കുട്ടികളെ ഗൈഡ് ചെയ്യാനും പറ്റും. താങ്ക് യു. ശരിയാണ്. ഈ ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന റെസ്പോൺസ് ഭയങ്കര സംഭവം. എന്റെ മോളാണ് ഇപ്രാവശ്യം അവളുടെ ക്ലാസ്സിൽ PA1 അവളാണ് ടോപ്പ്. പക്ഷെ അവള് പൊതുവെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ സയൻസ് എക്സ്പോ ഉണ്ടാവുമോ അതിലൊന്നും പങ്കെടുക്കില്ല എന്ന് വെച്ചാൽ ഈ ആക്കി കൊടുക്കേണ്ട സാധനവും എനിക്കും ഓർമ്മയുണ്ടാവില്ല. ഇവരത് മെയിൽ വരെ ചെയ്യാം ഓരോ സംഭവത്തിൻ്റെത്. അപ്പൊ ഈ മെയില് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റ് ചിലപ്പോൾ ഞാൻ മറന്നുപോയിട്ടുണ്ടാവും. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് അധികം പങ്കെടുപ്പിക്കാത്തത്. അപ്പൊ ഇപ്രാവശ്യത്തെ PA1 ടീച്ചർ പറഞ്ഞു ഇവള് ക്ലാസ്സിൽ ടോപ്പാണ്, പക്ഷെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊന്നും ഇവളെ അധികം കാണുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് എല്ലാ ആക്ടിവിറ്റീസിലും ഒന്നിലും ഒയ്യാണ്ട് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക. അപ്പം തന്നെ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളത്. അതിനുശേഷം ഞാൻ ഇപ്രാവശ്യം സയൻസ് എക്സ്പോയില് ഞാൻ പറഞ്ഞു എനിക്ക് അധികം അങ്ങനെ ആക്കാനൊന്നും പറ്റില്ല, ക്രാഫ്റ്റിനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവൾക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. ഞാനും അവളും കൂടിയിട്ട് ക്രാഫ്റ്റിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിന് സമ്മാനം ഒന്നും കിട്ടില്ല, നീ സമ്മാനം പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. കുറേ കുട്ടികളുള്ള ക്ലാസ് മാത്രമല്ല ഇവരെ ഡിവിഷൻ ബേസ് ആയിരിക്കും മത്സരം. ഞാൻ പറഞ്ഞു നീ സമ്മാനം എക്സ്പെക്ട് ചെയ്യരുത്, പക്ഷേ എങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാത്രം ചെയ്യാം. അപ്പൊ അവളും അതിൽ ഓക്കെ ആയിരുന്നു. അവള് പറഞ്ഞു അമ്മ എനിക്ക് സമ്മാനം കിട്ടിയില്ലേ കുഴപ്പമില്ല, എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പൊ അവള് പങ്കെടുത്തു. അവൾക്ക് അത് കൊണ്ടുപോയ ശേഷം അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമല്ലോ, അങ്ങനെ നല്ലതാ ശരിക്കും. ഇപ്പൊ എന്റെ മോനും അങ്ങനെ തന്നെയാണ്. അവനിങ്ങനെ സ്പെല്ലിംഗ് ഒക്കെ ചുമ്മാ ചെറുപ്പം തൊട്ട് ഇങ്ങനെ സ്പെല്ലിംഗ് ഒക്കെ പെട്ടെന്ന് പറഞ്ഞു തരുമായിരുന്നു വലുത് കൊടുത്താലുവേ. പക്ഷെ ഞാന് സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ ഒന്നും അങ്ങനെ ചേർക്കത്തില്ലായിരുന്നു. അങ്ങനെ മിസ് തന്നെ, ഞാൻ പേര് കൊടുത്തില്ല, മിസ് തന്നെ കൊടുത്തിട്ട് അവന് ആദ്യം ഫസ്റ്റ് കിട്ടി, പിന്നെ ഓൾ ഓവർ വന്നപ്പോ 3rd പ്രൈസും കിട്ടിയിട്ടുണ്ട്. അത് നമുക്കറിയില്ല, ടീച്ചർ തന്നെ പേര് കൊടുത്തിട്ട് കയറ്റിയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങള് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് പാരന്റ്സിന് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ സർവീസ് ബുക്ക് ആണ്. സർവീസ് ബുക്ക് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക.
വായിച്ചു കഴിയുമ്പോ കമ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചു. എന്താണ് സർവീസ് ബുക്ക്? വായിച്ചപ്പോ എന്താ മനസ്സിലായത്? സർവീസ് ബുക്ക് എന്താണ് ഗ്രീഷ്മ? എംപ്ലോയിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും. അതെ, എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള എല്ലാത്തരം ഡീറ്റെയിൽസും ആണല്ലോ ഇതിനകത്ത്. എന്തൊക്കെ കാര്യങ്ങൾ വരാം അപ്പൊ ഇതിനകത്ത് എംപ്ലോയീസിനെ കുറിച്ച്? റെസിഡൻസ്, ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, പേഴ്സണൽ മാർക്ക് ഐഡന്റിഫിക്കേഷൻ, ഫാദേഴ്സ് നെയിം, പിന്നെ മദേഴ്സ് നെയിം അതെല്ലാം ഉണ്ടായിരിക്കും. മാരീഡ് ആണെങ്കിൽ അവരുണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് തമ്പ്, ഫിംഗർ ഇംപ്രഷൻ, സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചർ, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ടു സർവീസ്, സിഗ്നേച്ചർ ഓഫ് ഹെഡ് മാസ്റ്റർ. അതായത് സർവീസ് ബുക്ക് എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ പൂർണ്ണമായിട്ടുള്ള സർവീസ് റെക്കോർഡാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. എംപ്ലോയീസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്തിലുണ്ടാവും? സർവീസ് ബുക്കിലാണ് ഉണ്ടാവുക. അതിനകത്ത് അവരുടെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഉണ്ടാകും. എന്നാണ് ഇപ്പൊ നിങ്ങളൊരു സ്കൂളിൽ ചെല്ലുവാണെങ്കിൽ, പുതുതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ചെല്ലുവാണെങ്കിൽ ആ ഡേറ്റ് എന്നാണ്, നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റ് ഈ ഒരു സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണോ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ ഐഡന്റിഫിക്കേഷൻ മാർക്സ്, തിരിച്ചറിയൽ ലക്ഷണങ്ങൾ അല്ലെ. എന്താണ് ഈ ഐഡന്റിഫിക്കേഷൻ മാർക്സ് എന്ന് പറയുന്നത്? തിരിച്ചറിയാനായിട്ട് നമ്മൾ SSLC-ക്ക് ഒക്കെ കൊടുക്കില്ലേ? അത് നമ്മള് പൊതുവെ മോൾസ് ആണ് കൊടുക്കുക. മോൾസ് ആണ് കൊടുക്കുക അല്ലേ? എന്റെ കൊടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇത് ചെറുതായിട്ട് പറയാൻ വരുമായിരുന്നു. സ്റ്റിച്ച് മാർക്ക് കൊടുക്കുവോ മാം? എന്റെ ഒന്ന് സ്റ്റിച്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുക്കല്ലേ? മോൾസും കൊടുക്കും. പക്ഷെ ഒരു സ്റ്റിച്ച് മാർക്ക് മാറ്റാത്തോണ്ട് അത് അതേ കൊടുത്തിട്ടുണ്ട്, ഫേസിലുള്ളതുകൊണ്ട്. അത് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എനിക്കത് കൊടുക്കുന്ന സമയത്ത് ഒരു മോള് കൂടി ഉണ്ടായില്ല. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നത്തെ കൊല്ലം തൊട്ട് മേൽ മുഴുവൻ പതാ. ഓക്കെ, അപ്പൊ അത് കൊടുക്കാറുണ്ട്. രണ്ട് തരത്തിൽ കൊടുക്കാറുണ്ട്. നമ്മൾ SSLC-ക്കൊക്കെ രണ്ട് ടൈപ്പ് കൊടുക്കില്ലേ? ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ കൊടുക്കുന്നത്, വേറെ സ്ഥലത്തും കൂടി. ഞാൻ രണ്ടും കൊടുത്തത് മോളാണ്. ഒന്ന് മൂക്കിലുള്ളതും ഒന്ന് കൈക്കുള്ളതും, രണ്ട് മോൾസും അല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ, പിന്നെ അതുപോലെ തന്നെ പെർമനന്റ് അഡ്രസ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ള ആളാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ ലീവ് അക്കൗണ്ട്, അതുപോലെ ഇൻക്രിമെന്റുകൾ, എന്തെങ്കിലും ഇൻക്രിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്താ പറയാ റിവേർഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിവേർഷൻ എന്ന് പറഞ്ഞാല് ഗോയിങ് ബാക്ക് ടു ലോവർ പോസ്റ്റ് എന്നാണ്. അതായത് ഒരു വ്യക്തിയെ ഇപ്പോ ഒരു വ്യക്തി ജോലി ചെയ്ത, ഇപ്പൊ ഒരാള് പ്യൂൺ പോസ്റ്റില് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി എന്താ പറയാ ഹയർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കാം, ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. കുറച്ചു നാള് അദ്ദേഹം ആ ജോലി ചെയ്തു. പിന്നീട് വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ പ്യൂൺ പോസ്റ്റിലേക്ക് തന്നെ വരുവാണ്. അപ്പൊ അത്തരത്തിൽ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ UP സ്കൂളിലേക്ക് ആക്കിയിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ 3ാം ക്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗ്രേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും അവരെന്ത് ചെയ്യും? ഈ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് നിർത്തും. അപ്പൊ ഒന്ന് പ്രൊമോഷൻ കൊടുത്തിട്ട് വീണ്ടും ലോവർ പോസ്റ്റിലേക്ക് ആക്കുന്നതിനെയാണ് റിവേർഷൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസും ഈ ഒരു സർവീസ് ബുക്കിൽ ഉണ്ടാകും. അതുപോലെ തന്നെ റീഇൻസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാല് അത് കുറച്ചു നാളത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊരു പണിഷ്മെന്റ് പോലെ ആയിരിക്കാം ചിലപ്പോൾ സസ്പെൻഡ് ഒക്കെ ചെയ്യുന്നത് അല്ലെ, ഒരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു പീരീഡിന് ശേഷം വീണ്ടും ഇവരെ റീ അപ്പോയിന്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും ഈ ഒരു സർവീസ് ബുക്കിൽ ഉണ്ടാവും, അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഒരാളെ
എന്താണ് നമ്മുടെ ഡിസ്മിസ് എന്ന് പറയാൻ പറ്റില്ല, ചില കേസിൽ ഉണ്ടാവാട്ടോ. ഡിസ്മിസൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കാം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആ വ്യക്തിയെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിനെയാണ് റീഇൻസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തില് എംപ്ലോയീസിന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആ ഒരു സർവീസ് ബുക്കിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, സർവീസ് ബുക്കിലുള്ളത്. അതുകൂടാതെ വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സർവീസ് ബുക്ക് സൂക്ഷിക്കേണ്ടത് ആരുടെ നേതൃത്വത്തിലാണ്, ആരുടെ സൂപ്പർവിഷനിലാണ് സൂക്ഷിക്കേണ്ടത്? ഹെഡ് മാസ്റ്ററിന്റെ സൂപ്പർവിഷനിലാണ് സർവീസ് ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വേറെ ചില ഡീറ്റെയിൽസും സർവീസ് ബുക്കിന്റെ ആദ്യത്തെ പേജിൽ ഉള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യ പേജില് എന്താണ് എംപ്ലോയിയുടെ നെയിം ഉണ്ടാകും. അതുപോലെ തന്നെ ആദ്യത്തെ പേജുകളിൽ കാണുന്നതാണ് കേട്ടോ അത്. എംപ്ലോയിയുടെ നെയിം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ റെസിഡൻസ്, താമസം, അഡ്രസ് എവിടെയാണെന്ന് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം അല്ലെ. ക്രിസ്ത്യൻ കലണ്ടർ പ്രകാരം എങ്ങനെയാ വരുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ അല്ലെ AD അല്ലേ ഉദ്ദേശിക്കുന്നേ? AD ആണോ? അതെ, ഓക്കെ. ഇപ്പൊ 2 കാലഘട്ടം ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് അറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. BC ഉണ്ട്, അതുപോലെ AD ഉണ്ട്. അപ്പൊ ക്രിസ്ത്യൻ കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം ആൻഡ് റെസിഡൻസ്, പിതാവിന്റെ പേര് എല്ലാവരും ചേർക്കാറുണ്ടല്ലോ. അച്ഛന്റെ പേര് എല്ലാത്തിലും നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോ ഫാദറിന്റെ പേര്, പിന്നെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇടത് കൈവിരലിന്റെ അടയാളം, ഇടത് തമ്പ്, നമ്മുടെ ഫിംഗർ ഉണ്ടല്ലോ, ആ ഒരു തമ്പ്, ആ ഒരു കാര്യം വേണം. പിന്നെ അതുപോലെ തന്നെ ടീച്ചറുടെ, അതായത് ഈ എംപ്ലോയിയുടെ സിഗ്നേച്ചർ വേണം. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എൻട്രി ടു സർവീസ്, എന്നാണ് സർവീസിൽ പ്രവേശിച്ചത്, ഏത് ഡേറ്റിലാണ് ജോയിൻ ചെയ്തത്, ആ ഒരു കാര്യം വേണം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് സിഗ്നേച്ചർ ഓഫ് ദ ഹെഡ് മാസ്റ്റർ, എംപ്ലോയിയുടെ എല്ലാ ഡീറ്റെയിൽസും പൂരിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയതിനു ശേഷം ഏറ്റവും ലാസ്റ്റ് ഹെഡ് മാസ്റ്റർ അതിൽ സൈൻ ചെയ്യുകയും വേണം. ഇതിനെയാണ് സർവീസ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ സർവീസ് ബുക്കിന്റെ ആദ്യത്തെ പേജുകളിലാണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എഴുതുന്നത്. ഇനി മറ്റു പേജുകളിൽ എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ പൊസിഷൻ എന്താണെന്ന് എഴുതാം. എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഏത് പോസ്റ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ പെർമനന്റ് ആണോ ടെമ്പററി ആണോ. ചില ടീച്ചേഴ്സ് പെർമനന്റ് ആണ്, ചിലവരെ ടെമ്പററി ആണ് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതണം. പിന്നെ അവരുടെ മാസ ശമ്പളം എത്രയാണ് അവരുടെ സാലറി വരുന്നത്. പിന്നെ ഇൻക്രിമെന്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിന്റെ തീയതി, ഡേറ്റ് സഹിതം എഴുതാം. പിന്നെ അതുപോലെ തന്നെ ലീവ് അക്കൗണ്ട്, അതിന്റെ ഡീറ്റെയിൽസ്, ഇതൊക്കെ എന്ത് ചെയ്യണം പിന്നത്തെ പേജുകളിലാണ്. അതായത് ഇത്തരം ഡീറ്റെയിൽസ് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡീറ്റെയിൽസ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയാ, ഈ ആദ്യത്തെ പേജുകളിൽ എഴുതിയ കാര്യങ്ങള് ഒരു 5 വർഷം കഴിയുമ്പോൾ പുതുക്കേണ്ടതുണ്ട് കേട്ടോ, റിന്യൂ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ റീ അറ്റസ്റ്റ് ചെയ്യണം. നമ്മൾ അറ്റസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. അതായത് എന്തെങ്കിലും ഡീറ്റെയിൽസിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം അല്ലെ. ഇപ്പോ നമ്മൾ ആദ്യം കൊടുത്ത അഡ്രസ് ആയിരിക്കില്ല പിന്നീട് നമ്മൾ ഉള്ള അഡ്രസ്, ചിലപ്പോൾ നമ്മൾ താമസം മാറിയിരിക്കാം അല്ലെ. അപ്പൊ അതിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയാ നമ്മൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പഠിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പുതുക്കാറില്ലേ, എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാറില്ലേ, എന്തെങ്കിലും വിവരങ്ങള്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ 5 വർഷം കൂടുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ സർവീസ് ബുക്കിൽ എന്ത് ചെയ്തിരിക്കണം, അപ്ഡേറ്റ് ചെയ്തിരിക്കണം, ടെസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടല്ലോ, ഈ ഒരു തമ്പിന് മാത്രമാണ് വ്യത്യാസം വരാത്തത്. അതിനൊരിക്കലും വ്യത്യാസം വരില്ല അല്ലെ. അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ മരിക്കോളം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. നമുക്ക് പല കാര്യങ്ങളൊക്കെ മാറ്റാം അല്ലെ. നമ്മുടെ ഒപ്പ് മാറ്റാം, പേര് മാറ്റാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ തമ്പ് മാത്രം നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിന് മാത്രം
വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ വ്യത്യാസം കാര്യങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ ഈ ആധാർ കാർഡില് നമ്മള് ചെറിയ പ്രായത്തിൽ ആധാർ കാർഡില് തമ്പ് കൊടുത്താൽ പിന്നെ ആ തമ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് പുതുക്കുമ്പോ ആ തമ്പിന്റെ ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ആ ഉണ്ട്. തമ്പ് എന്റെ ഇത്താത്താന്റെ തമ്പ് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതാക്കി ഇപ്പൊ ആധാർ പുതുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ തമ്പിന് ഇത് വരുന്നത്. മാം റേഷൻ പീടികയിൽ പോയാലും അങ്ങനെ ഉണ്ടാകുന്നില്ല, സംഭവം വെച്ചാ വർക്ക് ചെയ്യാണ്ട്. അത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അത് വർക്ക് ചെയ്യാത്തത്, അങ്ങനെയൊക്കെ. അല്ല ചില ആൾ തമ്പ് ഒരു മങ്ങിപ്പോവും. ഇടത് ഏത് മാർക്കാണ്? ഇടത് കൈവിരല് സംഭവിക്കുമ്പോ ശരിയായില്ലെങ്കിൽ വലത് സംഭവിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിംഗർ വെക്കാറുണ്ട്. അപ്പൊ എനിക്ക് ശരിയാവാറുണ്ട്. അതേപോലെ ശരിയാകാറില്ല. എനിക്ക് ഏത് വിരൽ വെച്ചിട്ടും ശരിയാകണില്ല, എന്താന്നറിയില്ല. അതെ അല്ലേ? അതൊക്കെ അന്വേഷിച്ചില്ലേ എന്താണെന്നുള്ളത്? ചിലപ്പോ ആധാർ എന്റെ എക്സ്പയർ ആയിട്ടുണ്ടാവും, അതിന് ശരിയാക്കണം തോന്നുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. അതൊക്കെ ഒന്ന് അന്വേഷിക്കാം കേട്ടോ. അത് എനിക്ക് അറിയില്ല കേട്ടോ, ഗ്രീഷ്മ PGയുടെ എക്സാം ഏത് മാസം ആയിരിക്കും എന്ന് വരുന്നതെന്ന്. അതൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും കേട്ടോ ഓഫീസിൽ നിന്ന്. ഒന്നും പറഞ്ഞിട്ടില്ലേ ഞങ്ങളോട് എന്തായാലും. ടീച്ചറെ, ഈ 3-ാമത്തെ പോയിന്റ് ഇല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത്ഡേ ക്രിസ്ത്യൻ, അതിന് ശേഷം എന്താ? അതായത് ക്രിസ്ത്യൻ ഇയർ ആസ് ക്യാൻ ബി അസർട്ടൈൻഡ്, അതായത് ക്രിസ്ത്യൻ കലണ്ടർ പ്രകാരമുള്ള ഡേറ്റുകൾ, അതായത് നമ്മൾ ഇപ്പൊ ഉള്ള, അതായത് ആ AD ശേഷമുള്ള ഡേറ്റുകൾ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട്, അതായത് BC അല്ല AD പ്രകാരമാണ് നമ്മൾക്ക് ഓരോ ഡേറ്റ് ഇടുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഡേറ്റ് ആയിരിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത്. പുറകോട്ട് പോകാൻ പാടില്ല, മുമ്പോട്ട് പോകണം എന്നർത്ഥം ഡേറ്റ്. അതാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അപ്പൊ ഞാൻ പുതുക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ടീച്ചേഴ്സ് ഡയറി ആണ്. ടീച്ചേഴ്സ് ഡയറി ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ടീച്ചേഴ്സ് ഡയറി നന്നായിട്ട് വായിക്കാൻ നിങ്ങളെ കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കാൻ പോകുന്നത്. ടീച്ചർ ഒന്ന് സ്ക്രോൾ ചെയ്യോ? അടിയിലുണ്ടോ? ഒന്ന് സ്ക്രോൾ ചെയ്യോ? ഓക്കെ, ചെയ്യും. കഴിഞ്ഞു? വായിച്ചു കഴിഞ്ഞവർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ടീച്ചേഴ്സ് ഡയറി, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയാം. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് വായിച്ചോളൂ കേട്ടോ. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും വായിച്ചോളൂ.
തമന്ന വായിച്ചോ? റീഡ് ചെയ്തോ? യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാല്ലേ. തമന്ന സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ മിസ് ഇപ്പൊ സ്കൂളിൽ ചെയ്യുന്നതായിട്ട് കണക്ട് ചെയ്ത് പറയാവേ, അപ്പൊ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതായത് ഇപ്പം നമ്മള് ചെയ്യുന്ന വെച്ചാൽ ടീച്ചിങ് മാനുവൽ തന്നെയാന്ന് തോന്നുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ മാം? ടീച്ചിങ് മാനുവല്. അപ്പൊ നമ്മള് ലെസൺ പ്ലാൻ ഒക്കെ ചെയ്യാറുണ്ടല്ലോ തലേന്ന്. അപ്പൊ ഈ ഒരു കാര്യം തന്നെ അതിനകത്ത് മെയിൻ ആയിട്ടും എല്ലാ ടീച്ചേഴ്സും മസ്റ്റ് ആയിട്ട് ഏതൊരു സ്കൂളിലായാലും നമ്മളൊരു അക്കാഡമിക് സെഷനിൽ ഇത് കീപ്പ് ചെയ്തിരിക്കണം. ടീച്ചിങ് മാനുവലോ ടീച്ചിങ് ഡയറിയോ എന്തോ ആവാം. ഞാനൊക്കെ ഒരു ബുക്കായിട്ട് വെക്കുന്നത്, ഞാൻ കാണിച്ചു തരാം, ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ ഇത് ടീച്ചേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ സെഷൻ കഴിയുന്നതോറും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻഫോർമേഷൻ എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ പേര്, നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്, അതേപോലെ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഒക്കെ അതിൽ വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ടൈം ടേബിൾ, നമുക്ക് ഇത്ര അവർ, ഒരു ക്ലാസ്സിൽ എത്ര അവർ, എത്ര നേരം എന്നുള്ളത് അവിടുത്തെ ടൈം ടേബിൾ പർട്ടിക്കുലർ അത് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ എടുക്കുന്ന സബ്ജക്ട്സ് അതിന്റെ കുറച്ച് പ്രിസൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, കണ്ടന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പോഴത്തെ അക്കാഡമിക്കുകളെല്ലാം ചെയ്യുന്ന ലെസൺ പ്ലാൻ തന്നെയാണ്. അതായത് നമ്മൾ നാളെ എന്താണോ പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നത് അത് സബ്ജക്റ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ നാളെ കുട്ടികൾക്ക് കൊടുക്കും. അതിപ്പോൾ മോണ്ടിസോറി ആണെങ്കിലും ഹൈ ക്ലാസ് ആണെങ്കിലും സെയിം തന്നെയാണ്, നമ്മളും കീപ്പ് ചെയ്യുന്നുണ്ട്, പ്രീ സ്കൂളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നാളെ ഇപ്പൊ 11/7/2025 ഡേറ്റ് ഒക്കെ ഇട്ട് നമ്മൾ നാളെ എന്താണ് ആക്ടിവിറ്റീസ് നാളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എഴുതും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ കുട്ടികളുടെ റെസ്പോൺസും ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്തു, പെൻഡിങ് ആയിട്ടുള്ളതൊക്കെ, അതേപോലെ കുട്ടികളുടെ ഇന്റേണൽ മാർക്ക്, അവർക്ക് അഡീഷണൽ ആയിട്ട് നമ്മുടെ അവിടെ അസൈൻമെന്റിനും ചാർട്ട് വർക്കിനും അവരുടെ എല്ലാ കാര്യത്തിലും നമ്മളിടുന്ന ഇന്റേണൽ മാർക്സ് ഒക്കെ ഇതിലിട്ട് വയ്ക്കും. പിന്നെ ഇത് മന്ത്ലി ഓരോ സ്കൂളിനും ഓരോ രീതിയാണ്. ചിലപ്പോൾ വീക്കിലി സൈൻ ചെയ്യിക്കുന്നവർ കാണും. പ്രിൻസിപ്പൽ, നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഇതിൽ സൈൻ ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്കൊക്കെ മാസം മതി, മന്ത്ലി ചെക്കിങ്ങേ ഉള്ളൂ. ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ സ്കൂൾ കലണ്ടർ അനുസരിച്ചായിരിക്കണം ടീച്ചർ എപ്പോഴും നമ്മുടെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ കലണ്ടർ മെയിൻ ആയിട്ട് നോക്കുന്നത് വെച്ചാൽ നമ്മൾ അസംബ്ലി അങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നാളെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വേൾഡ് പോപ്പുലേഷൻ ഡേ അല്ലേ, അത് നമ്മുടെ സ്കൂൾ കലണ്ടറിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നാളെ കുട്ടികൾക്ക് ഇപ്പൊ എന്റെ ക്ലാസ് ആണ് 9th സ്റ്റാൻഡേർഡ്, അപ്പൊ അവർക്ക് നാളെ ഞാൻ അസംബ്ലി കൊടുക്കും. അപ്പൊ അവര് മാക്സിമം വേൾഡ് പോപ്പുലേഷൻ ഡേയെ കുറിച്ചുള്ള കോഴ്സും സ്പീച്ചും അതേപോലെ ക്വിസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും. അപ്പൊ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളായല്ലോ. പിന്നെ ചാർട്ട് വർക്ക് ഒക്കെ കൊടുക്കും, പോസ്റ്റർ ചെയ്യാൻ കൊടുക്കും, അങ്ങനെ. അതേപോലെ മെയിൻ ആയിട്ടും നമ്മുടെ ടാർഗറ്റ് എന്താണ്, നമ്മുടെ എക്സാം ആണ്. നമുക്ക് 20-ാം തീയതി, അതായത് August 20 നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം ആണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള അതിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ലെസൺ പ്ലാൻ നമ്മുടെ ഈ ടീച്ചേഴ്സ് ഡയറിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് ഹാഫ് ഇയർലി എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാം, നമ്മൾ ഇത്ര പോർഷൻസ് നമുക്ക് ഓൾറെഡി ടീച്ചിങ് ബുക്കിൽ കിട്ടും, അത് നമ്മൾ നോട്ട് ചെയ്ത് ഇതിനകത്ത് വെക്കും. അതേപോലെ മറ്റു സ്കൂൾ പ്രോഗ്രാംസ്, നമ്മുടെ കലോത്സവങ്ങൾ, എക്സ്ട്രാ വരുന്ന സ്കൂൾ ആനിവേഴ്സറി പോലെ എല്ലാത്തിന്റെ അറ്റൻഡൻസും നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാം. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യസന്ധമായി പറയാം കേട്ടോ, അഡ്വാൻറ്റേജ് അടിപൊളിയാണ്. കാരണം നമ്മൾ ഇതിനെ എത്ര ഒരു എക്സ്ട്രാ വർക്കാണ് നമുക്കിത്. ലിമിറ്റേഷൻ തന്നെ ആദ്യം പറയാം. ദോഷം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഭയങ്കര പാടാണ് മാനേജ് ചെയ്യാൻ. കാരണം കുട്ടികളെ നോക്കണം, പഠിപ്പിക്കണം, അവരുടെ വർക്കുകൾ നോക്കണം, സയൻസ് ചെയ്യുന്നതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ കൂടെ നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഈ ടീച്ചേഴ്സ് ഡയറി നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഒരു സൈഡിൽ നോക്കിയാൽ ഇത് കീപ്പ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഒരു ദിവസം 2 ദിവസം ലീവ് ആയിപ്പോയി നമുക്ക് എന്തെങ്കിലും കാര്യം നോക്കണമെങ്കിൽ വേറെ എവിടെയും പോകണ്ട. കുട്ടികളോട് പോലും പണ്ടൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കില്ലേ, ഞാൻ എവിടം വരെയാ പഠിപ്പിച്ചേ, ഞാൻ ഏത് വരെയാ എടുത്തത്, ഒന്നും വേണ്ട. നമ്മുടെ ടീച്ചേഴ്സ് ഡയറി മറിച്ച് നോക്കിയാൽ ഇനി എത്ര പെൻഡിങ് ഉണ്ട്, നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്, ഇനി എന്ത് ചെയ്യാം, നല്ല ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ക്യാമറ ഒന്നാക്കുവാണ്, കാണാവോ? ഇത് എന്റെ ടീച്ചിങ് തമന്ന പിൻ ചെയ്യട്ടെ. ഓക്കെ, ഇത് എന്റെ ടീച്ചിങ് മാനുവൽ ആട്ടോ. ജസ്റ്റ് ഒരു വലിയൊരു ബുക്ക് എടുത്തു. അപ്പൊ ഇത് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തിരുന്ന ടൈം ടേബിൾ ആണ്. അപ്പൊ ഇത് 8ാം ക്ലാസ്സിന് കണ്ടോ, മൺഡേ ഇത്ര പീരീഡ് ഉണ്ട്. ഇംഗ്ലീഷ് 8ാം ക്ലാസ്സിന് ഉണ്ട്, രാവിലെ സമയം എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ അടുത്ത SS, ബയോളജി, പിന്നെ ഇപ്പുറത്തോടെ, അങ്ങനെ ഓരോ ദിവസത്തെ ആ ഒരു പർട്ടിക്കുലർ ടൈം ടേബിൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ പിന്നെ നമ്മള് എന്റേത് നോക്കണ്ട കേട്ടോ, ഞാൻ കുറെ എളുപ്പം കാണിച്ചു വെച്ചിരിക്കുകയാണ്.
ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഡേറ്റ് ആൻഡ് ഡേ, ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യണം, അതേപോലെ നമ്മുടെ സ്റ്റുഡൻസ് റെസ്പോൺസും ആക്ടിവിറ്റീസ് ഡൺ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അവിടെ ചെയ്യാം. പിന്നെ ഡേറ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് 9 കണ്ടോ, ബയോളജി ഇത്ര പോർഷൻസ് എടുത്തു, ഇത് ഡിസ്കസ് ചെയ്യണം, ഇത് തലേദിവസം ഇരുന്ന് എഴുതും, നമ്മൾ ചെയ്തത് ഇപ്പുറത്ത് എഴുതും. സ്റ്റുഡൻസിന്റെ റെസ്പോൺസും അതേപോലെ അവർക്ക് ഡിഫിക്കൽട്ട് ഉള്ള കാര്യങ്ങളും ആ രീതിയിൽ കണ്ടോ. ഇത്രയും ഈ ഒരു മാസത്തെ ലെസൺ പ്ലാൻ ആണ്. ഇനിയിപ്പോ നാളത്തെ ഇനി രാത്രി ഇരുന്ന് എഴുതണം. അതിൽ ഡയറി സെപ്പറേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഡയറിയിൽ കുട്ടികളുടെ ജസ്റ്റ് മാർക്കും കാര്യങ്ങളും ആ വക. അപ്പൊ ഇത് തന്നെയാണ് മാം, ഇത് തന്നെയാണ് സംഭവം. ടീച്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ട്. എന്താ ക്ലിയർ ആയിട്ടുണ്ട്, നന്നായി മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? തമന്ന അതിന്റെ ഫ്രണ്ട് പേജസ് ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോ? ഇത് ആരാടാ ചോദിച്ചത്? നമ്മുടെ MT8 ആണോ? തമന്ന ഒന്നുകൂടി കാണിക്കാമോ ചോദിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു ഇതല്ല കേട്ടോ, പല സ്കൂളിലും പല രീതിയിലാണ് ഇടാ. ഇതിപ്പം അവര് തന്നെ ടൈം ടേബിൾ നമുക്ക് തന്നിട്ടുള്ളതാണ്, ഒരു ടീച്ചറുടെ അവറും അതേപോലെ ക്ലാസ് ഏതാണ് ടൈം. അപ്പൊ ഈ ഒരു ഇതൊക്കെ ഞാനിവിടെ ഒട്ടിച്ചിരിക്കുക. കാരണം അത് ഞാൻ എളുപ്പപ്പണിയാ ചെയ്തിരിക്കുന്നത്. എനിക്ക് എഴുതിയെടുക്കാൻ മടിയായതുകൊണ്ട് അവര് തന്ന പേപ്പർ അതേപോലെ ഇതിൽ ഒട്ടിച്ചതാ. പിന്നെ ജസ്റ്റ് ഫസ്റ്റ് പേജിൽ അതൊക്കെ എന്റെ പേര് എഴുതിയതും അതേപോലെ എന്റെ ക്ലാസ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചത്. അപ്പൊ സത്യത്തില് ശരിക്കും ഒരു ടീച്ചിങ് മാനുവൽ എന്ന് പറയുമ്പം ടോപ്പിക്, നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വരും, അതേപോലെ ടീച്ചിങ് പ്രോസസ്സ് വരും, ആക്ടിവിറ്റീസ്, പിന്നെ വരുന്ന റെസ്പോൺസ്. ഇതാണ് സത്യത്തിൽ നമ്മളൊരു പ്രീ സ്കൂളിൽ കീപ്പ് ചെയ്യേണ്ടത്. ഇതാ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. ഞാനിപ്പോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വാങ്ങിച്ചതാ. പക്ഷെ ഇത് എനിക്ക് എഴുതാൻ മടിയായതുകൊണ്ട് ഞാൻ ചെറുത് എഴുതി വെക്കുന്നതാ. വലിയ ക്ലാസ് എടുക്കുന്നോണ്ട് ഇത് എഴുതാൻ ഭയങ്കര പാട്, പറ്റുന്നില്ല, എത്തിത്തീരുന്നില്ല. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ വർക്ക് ആക്യുറേറ്റ് ആയിരുന്നാ മതി. അത് അവര് പറഞ്ഞാൽ അവര് ചെക്ക് ചെയ്തോളും ലാസ്റ്റ്. ഇനിയിപ്പം ഈ മന്ത് എന്റെ ചെക്ക് ചെയ്തിട്ടില്ല, അവര് ചെക്ക് ചെയ്യും. കാണാവോടാ? ഇത് നോട്ട്ബുക്ക് പോലെയാണല്ലേ ഇപ്പൊ? ഞാനത് നോട്ട്ബുക്ക്, വലിയ നോട്ട്ബുക്ക് ഇല്ലേ, വലിയ വലിയ വരെയുള്ള കട്ടിയുള്ള, എന്താണ്ട് ഇത്ര വലിയ പേജിന്റെ ഇതിങ്ങനെ കീപ്പ് ചെയ്തിരിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു അല്ലെ മിസ്, അങ്ങനെയല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് വെക്കാം. പക്ഷെ അത് ആക്യുറേറ്റ് ആയിരുന്നാ മതി. മാസം അവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവണം. എടാ അങ്ങനെയാണോ? നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോ അവർക്ക് അതാ ഞാൻ പറഞ്ഞത്, ഡിപ്പെൻഡിങ് ഓൺ സ്കൂൾ അവിടെ കാണും കേട്ടോ. ചില സ്കൂളുകളിൽ കാണും. എനിക്കൊന്ന് അർച്ചന വർക്ക് ചെയ്യുന്ന സ്കൂളില് അവിടെ വേറെ ഉണ്ട്. അവർക്ക് മസ്റ്റ് ആയിട്ട് വീക്ക്ലി സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മോണ്ടിസോറിയല്ലേ ചെയ്യുന്നത്, അവർക്ക് അവരുടേതായ ഒരു ടീച്ചിങ് മാനുവൽ ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോയാൽ മതി. നമുക്ക് തന്നെ എഴുതി കീപ്പ് ചെയ്താൽ മതി, ഓരോ സ്കൂളിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ. അതാ ഞാൻ പറയാം, ഡിപ്പെൻഡ് ഓൺ സ്കൂളാണ്. ചിലവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ചിലവര് പറയും ഇപ്പൊ ഇങ്ങനെ മതി, അവർക്ക് റിസൾട്ട് ഉണ്ടാക്കണം, അവർ ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കൂടെ ഒരു എളുപ്പത്തിനാണ്. ഒരുപാട് വർക്കുണ്ട്. നമ്മൾ വിചാരിക്കണം കുട്ടികളെ ഇതൊക്കെ ചെക്ക് ചെയ്യണം, ഹോംവർക്ക്സ് കൊടുക്കണം, അവരുടെ ആക്ടിവിറ്റി നോക്കണം, ഒരുപാട് കാര്യം വരുമ്പോൾ നമുക്ക് ഇതും കൂടെ മാനേജ് ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് ആണ്. സബ്ജക്ട് വൈസ് അല്ലാതെ അഡീഷണൽ വർക്കും ഇതിൽ തന്നെയാണല്ലേ എല്ലാം എഴുതുന്നത്? അതെ 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 അതെ, ഒരുപാട് നേരം ഇതിൽ പണിയേണ്ടി വരും. ഓക്കെ, അപ്പോ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പോ എന്താണ് ടീച്ചേഴ്സ് ഡയറി എന്ന് പറഞ്ഞിട്ട് തമ്മിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നപ്പോ കുറച്ചും കൂടി എളുപ്പമാണ്. പറഞ്ഞോട്ടെ? ഓക്കെ. അപ്പോ എന്താ പറയാ, ഓരോ ടീച്ചേഴ്സിനും അക്കാദമിക് ഇയർ ആരംഭിക്കുമ്പോൾ സ്കൂള് കൊടുക്കുന്ന ഒരു രജിസ്റ്റർ ആണത് ഈ ടീച്ചേഴ്സ് ഡയറി എന്ന് പറയുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള ഫോമുകൾ ഉണ്ടാകും. അത് ടീച്ചർ എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് ഓരോ കാര്യങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തി വെക്കണം. ഇപ്പൊ തമന്നയ്ക്ക് ഓരോ പേപ്പറുകളായിട്ടല്ലേ അവര് തന്നത്? ആണോ? എളുപ്പത്തിന് വേണ്ടി ഒട്ടിച്ചൊട്ടിച്ച് വെച്ചു അല്ലേ? അതെ 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 മിസ്. ചിലവർക്ക് രജിസ്റ്റർ കാണും. ഇപ്പൊ ഐഷ ചോദിച്ച പോലെ വേറെ സ്കൂളിന് വേറെ രീതിയിലായിരിക്കും. അവരുടെ പ്രിന്റഡ് ഒരു ബുക്ക് തന്നെ കാണും ഇതിന്. അതെ. അപ്പൊ ഈ രജിസ്റ്ററിൽ പലതരത്തിലുള്ള ഫോമുകൾ ഉണ്ടാകും. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യണം, അത് റെഗുലർ ആയിട്ട് അത് എന്താ പറയാ, നിർബന്ധപൂർവ്വം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് അല്ലെ? അതായത് നിർബന്ധപൂർവ്വം ഇത് ഓരോ കാര്യങ്ങളും അതിനകത്ത് പറയുന്ന കാര്യങ്ങള് രേഖപ്പെടുത്തി വെക്കണം. ഇനി എന്തൊക്കെയാണ് ടീച്ചേഴ്സ് ഡയറിയിലുള്ളത് നോക്കാം. ടീച്ചറിന്റെ പേര്, ഇപ്പൊ തമന്ന ഫ്രണ്ട് പേജ് കാണിച്ചത് അല്ലെ, അതിനകത്ത് തമന്നയുടെ പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്,
അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ ആണോ എന്നുള്ള വിവരം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അഡ്രസ് രേഖപ്പെടുത്താം, ഫോൺ നമ്പർ രേഖപ്പെടുത്താം. ഓക്കെ, അതുപോലെ തന്നെ ടൈം ടേബിളിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. ഇപ്പോ ടീച്ചർ ഏത് സമയത്തൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പോവേണ്ടത്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ ക്ലാസ്സിലാണ് ചെന്ന് ക്ലാസ് എടുത്തിട്ടുള്ളത്, അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്. പല സബ്ജക്ട് ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ മാത്സ് ഉണ്ടാവാം, സോഷ്യൽ സയൻസ് ഉണ്ടാവാം, ബേസിക് സയൻസ് ഉണ്ടാവാം. തമന്നയുടെ ബുക്കിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടതല്ലേ? ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് വീക്കില് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്, അതിന്റെ കണ്ടന്റ് എന്തായിരുന്നു, ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. എവിടം വരെയാണ് പഠിപ്പിച്ചു നിർത്തിയത്, അത് ഫിനിഷ് ആയോ, അത് കംപ്ലീറ്റ് ആയോ, എവിടെയാണ് പകുതിക്ക് വെച്ച് നിർത്തിയത്, ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അതും തമന്നയുടെ ടീച്ചിങ് ബുക്കിൽ ഉണ്ടായിരുന്നു അല്ലെ? ടീച്ചേഴ്സ് ഡയറിയിൽ ഉണ്ടായില്ലേ? അതും ഉണ്ടായിരുന്നു. എവിടെയാണ് ഫിനിഷ് ചെയ്തോ അല്ലെങ്കിൽ എവിടം വരെയാണെന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പൊ ആ വിവരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാല് പഠിപ്പിക്കാൻ പറ്റാതെ പോയാൽ, ഇപ്പൊ ഒരു ലീവ് എടുത്തു ടീച്ചർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോളിഡേ വന്നു, എന്തെങ്കിലും ഒരു അവധി വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അന്നേ ദിവസം ചിലപ്പോൾ ആ ക്ലാസ്സിൽ പോയിട്ട് ആ ടോപ്പിക് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്? അവധിയാണെങ്കിൽ ആ ഒരു അവധി അവിടെ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അതൊന്നും നമ്മൾ നോട്ടീസ്, ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നു പോകും. മനുഷ്യരല്ലേ, നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിക്കാനുണ്ടാകും. അപ്പൊ ചില കാര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഒരു ടീച്ചേഴ്സ് ഡയറി സൂക്ഷിക്കുവാണെങ്കിൽ, ഇവിടെ നിന്ന് ഒരു ഡയറി തന്നിട്ടുണ്ട്, പക്ഷെ അത് വീട്ടിലിരിക്കുന്നത് മാത്രം വെച്ചാണ്. നിങ്ങളുടെ സെമിനാറിന്റെ മാർക്ക് എഴുതാൻ മാത്രം അത് ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് ഒരു ഡയറി തന്നായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ഞാൻ എവിടം വരെ പഠിപ്പിച്ചു, എവിടെയാണ് നിർത്തിയത്. കാരണം നമുക്ക് പല ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ട് ഓർമ്മയില്ല ഏതൊക്കെയാണ് എടുക്കുന്നത്, ഒരു ഇതും പിടിയില്ല. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ അതുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇന്റേണൽ മാർക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓരോ മാസവും ഇത് പ്രിൻസിപ്പളെ കൊണ്ട്, ഹെഡ് മാസ്റ്ററെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നതാണ്. ചിലവർ ഇത് സൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. തമന്നയുടെ ഇത് സൈൻ ചെയ്തിട്ടോ? ഇല്ല മിസ്, ഇല്ല. ഇനിയിപ്പോ ഈ മാസം ആള് വരത്തേ ഉള്ളൂ, അതിന് ചെക്ക് ചെയ്യാൻ പുറത്തുനിന്ന് വരും അല്ലേ? അതാണ് പേടിച്ച് നിൽക്കുന്നത്. ഇനി ബുക്ക് മാറ്റണമെന്ന് പറഞ്ഞാൽ ജീവനും കൊണ്ട് ഇത്രയും എളുപ്പത്തിനാക്കി വെച്ചിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് പുറത്തുനിന്നാണോ ചെക്ക് ചെയ്യുന്നത്? എന്താണ്? ഇത് പുറത്തുനിന്നാണോ ചെക്ക് ചെയ്യുന്നത്? അല്ല, നമ്മുടെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഒരു ഹെഡിന്റെ പേര് അവര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ വർഷം തൊട്ടേ അറിയത്തുള്ളടാ, അത് വന്നിട്ടില്ല. പ്രിൻസിപ്പലിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാന്ന് തോന്നുന്നു. ചെക്ക് ചെയ്യുമ്പോ അറിയാം. വഴക്ക് പറയുമോന്ന് പേടിയാവുന്നു. എല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ കലണ്ടർ വെച്ചിട്ട് നമുക്കറിയാം ഓരോ എക്സാമുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എത്ര ദിവസം കൊണ്ട് എത്ര ടോപ്പിക് കവർ ചെയ്യണം, എത്ര സബ്ജക്ട് തീർക്കണം എന്നൊക്കെ ഉള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ ഈ ടീച്ചേഴ്സ് ഡയറി അനുസരിച്ച് നമുക്ക് ആ വിധത്തില് ടോപ്പിക്സ് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ ക്വാർട്ടർലി എക്സാമിനോ അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള എക്സാംസുകൾ വരുന്നുണ്ടല്ലോ. ആനുവൽ എക്സാം ഉണ്ട്, അങ്ങനെ കുറെ തരം എക്സാമുകൾ ഉണ്ട്. അപ്പൊ എക്സാമിന് മുമ്പായിട്ട് ആ ഒരു സബ്ജക്ട് എന്തൊക്കെ ടോപ്പിക്കുകൾ തീർക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ പരിപാടികൾ, അതായത് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ഡയറിയിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചറിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ടീച്ചേഴ്സ് ഡയറി എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തു പോകേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഡയറിയുടെ അഡ്വാൻറ്റേജ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് ഒരു ടീച്ചറിനെ സംബന്ധിച്ച് അവരുടെ പഠിപ്പിക്കൽ, അതായത് അവരുടെ ടീച്ചിങ് എളുപ്പമാക്കും, കൂടുതൽ ഈസി ആക്കുന്നു. അധികം സ്ട്രെയിനും സ്ട്രെസ്സും ഒന്നും ഇല്ലാതെ ഭയങ്കര സുഖകരമായിട്ട് റിലാക്സ് ആയിട്ട് ഓരോ കാര്യങ്ങളും അവരെ ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുന്ന ഒന്നാണ് ഇത് ടീച്ചേഴ്സ് ഡയറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ് പോലെയാണ് അല്ലെ?
നമ്മൊരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്ര ടൈം തുടങ്ങി ഇത്ര ടൈം വരെ ഒരു ക്ലാസ് ഉണ്ട്, അത് ഇന്ന സബ്ജക്ട് പഠിപ്പിക്കുന്നു. ബാക്കി നമുക്ക് തലവേദനയോ ഹെഡേക്ക് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇത് ഒരുവിധം സഹായിക്കുമെന്നാണ് എന്റെ ഒരു തോന്നല്. ശരിയല്ലേ തമന്ന? അതെ അതെ മാം, ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, ഇവർക്ക് അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരും. ഈ എന്റെ അകത്ത് സ്കീം ഓഫ് വർക്ക് ഇല്ലേ, ഇപ്പൊ മാം പറഞ്ഞ എക്സാമിന്റെ, അത് എന്റെ ഹാൻഡ് ബുക്കിൽ ഞാൻ എന്റെ ബുക്കിൽ വെച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് വേറെ തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് അതിന്റെ കൂടെ കാണിച്ചു തരാം. സ്കീം ഓഫ് വർക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് കാണാവോ? കണ്ടോ? ഇത് 8ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇത് ജൂണില്, അതായത് ഈ ജൂൺ മാസം നമ്മൾ തീർക്കേണ്ട പോർഷൻസ് ഇതിലുണ്ട്. ഏതൊക്കെ സ്റ്റോറിയാണ്, എത്ര പീരീഡ് വേണ്ടി വരും, ഇത് നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതെടുത്ത് പിന്നെ കട്ട് ചെയ്ത് പ്രത്യേകം ഒട്ടിച്ചില്ല, ഞാനിത് സ്പൈറൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരണ്ട മാം, അതങ്ങനെ പ്രത്യേകം കാണിച്ചത്. ശരി, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും തന്നെ, ഇത് തമന്നെ കാണിച്ചത് കൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് ഓരോ പാഠഭാഗങ്ങളും കറക്റ്റ് സമയത്ത് തീർക്കാനായിട്ട് സഹായിക്കുന്നു. ഇന്ന ഡേറ്റില് ഓരോരോ ടോപ്പിക്സ് കവർ ചെയ്ത് പോകുന്നതിന്, അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ടീച്ചർ ഡയറി യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ എന്താ പറയാ, അധ്യാപകന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് മടി പിടിച്ചിരിക്കാതെ ഓരോ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് അവർ ചെയ്യുന്നതിന് അധ്യാപകരെ സഹായിക്കുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റി കൂട്ടുന്നതിനും ടീച്ചേഴ്സ് ഡയറി സഹായിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പഠനാവസ്ഥ അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം കുട്ടികളുടെ അടുത്ത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ റിലാക്സ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളും ആ സമയം റിലാക്സ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ കേൾക്കുന്നതും ചെയ്യുന്നതും, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ളൊരു എന്താ പറയാ ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നതിന് ടീച്ചേഴ്സ് ഡയറി സഹായകമാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർക്ക് ഒരു ടീച്ചറുടെ പ്രവർത്തനങ്ങള് ഇവാലുവേറ്റ് ചെയ്യാനും, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ തമന്നയുടെ ടീച്ചേഴ്സ് ഡയറി പ്രിൻസിപ്പളിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പളിന് അറിയാൻ പറ്റും തമന്ന ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, എന്തൊക്കെ ഭാഗങ്ങളാണ് തമന്ന കവർ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഹെഡ് മാസ്റ്ററിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും എളുപ്പത്തില്. ഹെഡ് മാസ്റ്ററും ഇടയ്ക്കിടയ്ക്ക് വന്ന ക്ലാസ്സിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടീച്ചർ ഡയറി നോക്കിയെടുത്തു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് ഹെഡ് മാസ്റ്റർക്ക് മനസ്സിലാക്കാനും ടീച്ചേഴ്സ് ഡയറി സഹായിക്കുന്നു. അതുപോലെ ഈ പിന്നെ എന്റെ മോളുടെ വെച്ചാൽ ഇവരുടെ ഒരാഴ്ച ഇനി അടുത്ത വീക്ക് പഠിപ്പിക്കാൻ എന്തൊക്കെയാ പഠിപ്പിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ലേണിംഗ് മെറ്റീരിയൽ പോലെ നമുക്ക് ക്ലാസ് റൂമിൽ ഇപ്പൊ സൺഡേ ആണ് നമുക്ക് ഫസ്റ്റ് ഡേ, അപ്പോ സാറ്റർഡേന്റെ ഇത് അവർക്ക് ഇടും എന്തൊക്കെയാണ് അടുത്ത ഒരാഴ്ച ക്ലാസ് എടുക്കുന്നതെന്നുള്ളത്. വേറെ സ്കൂളില് ഒരാഴ്ചക്ക് ശേഷം ക്ലാസ് എടുത്തതിന് ശേഷം, ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടീൻ്റെത് ഒരാഴ്ച ക്ലാസ് എടുത്തതിന് ശേഷമുള്ള എന്തൊക്കെ പോർഷൻസ് എടുത്തു, ആ ആഴ്ചയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എക്സാം കഴിഞ്ഞോ, അതൊക്കെ അവര് ക്ലാസ് റൂമിൽ അപ്ഡേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ടീച്ചേഴ്സ് ഡയറിയിലെ ലിമിറ്റേഷൻസ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ടീച്ചേഴ്സ് ഡയറി അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, അല്ലെ? കുറെ സമയം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണിത് ഈ ഒരു. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെയ്തു കഴിഞ്ഞാല്. പക്ഷെ ഇത് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം നമ്മൾ വേണം, നമ്മുടെ ബ്രെയിൻ കുറച്ച് പ്രവർത്തിക്കണം, കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന്, അല്ലെ? അങ്ങനെയല്ലേ തമന്ന? നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കണ്ടേ നല്ലോണം? നല്ലോണം പ്രവർത്തിക്കണം, വേറെ ഒരു ഡിസ്റ്റർബൻസും വരാൻ പാടില്ല. നമ്മൾ എല്ലാ നാളത്തേക്കുള്ളത് ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിരിക്കണം. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് അധ്യാപകന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും പഠിപ്പിച്ച ടോപ്പിക്സുകള്, അതിന്റെ രേഖകൾ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഓരോ ആഴ്ചയും സൂക്ഷിക്കണം.
ഓക്കെ, ഓരോ ക്ലാസ്സിലും ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ടീച്ചേഴ്സ് ഡയറിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓരോ ആഴ്ചയും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. അത് എളുപ്പത്തിലുള്ള ഒരു ജോലിയല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ആവശ്യപ്പെടുമ്പോൾ ടീച്ചർ ഡയറി സബ്മിറ്റ് ചെയ്യണം. പ്രിൻസിപ്പൾ എപ്പോഴാണ് ചോദിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്തിരിക്കണം, ഇത് സബ്മിറ്റ് ചെയ്യണം. ചിലപ്പോ നിങ്ങളോട് മുൻകൂട്ടി പറയും ഇന്ന ദിവസമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോ ചിലപ്പോ ഈ ഒരു ഡയറി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതായത് ഡെയിലി സാധനങ്ങൾ, അതായത് എല്ലാ ഡീറ്റെയിൽസും ഡെയിലി എഴുതിയിട്ടില്ലെങ്കിൽ, ഡെയിലി അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തിടുക്കപ്പെട്ടത് നാളെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. 2-3 ദിവസത്തെ കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ നാളെ അത് സബ്മിറ്റ് ചെയ്യാൻ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തിടുക്കത്തില് ധൃതി പിടിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഓരോ കാര്യങ്ങള് അതിനകത്ത് എഴുതും. അപ്പോ ശരിയായിട്ടുള്ള ഫാക്ട് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്, മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കേൾക്കുന്നുണ്ടോ? സ്റ്റക്ക് ആയി പോയോ? ഇല്ല, സ്റ്റക്കാന്ന് തോന്നുന്നു. എല്ലാവർക്കും സ്റ്റക്ക് ആയോടാ? പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് മാത്രമാണെന്ന്. മിക്സിന് റേഞ്ച് പ്രോബ്ലം തോന്നുന്നു. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അത് എന്റെ കാല് തട്ടി CPU മറിഞ്ഞ് അപ്പുറത്തോട്ട് വീണു. കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കൂടുതലും അധ്യാപകര് എന്താ പറയാ ഈ ടീച്ചേഴ്സ് ഡയറി സൂക്ഷിക്കുന്നതിൽ അത്ര എന്താ പറയാ ഗൗരവം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാറില്ല. ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട്. ഒട്ടുമിക്ക എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. കൂടുതൽ പേർക്കും കുറച്ച് എന്താ പറയുക ഇത് റെഡി ആകാം, പ്രിപ്പയർ ചെയ്യണം, പിന്നെ കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഏറിയ ടീച്ചേഴ്സും എന്ത് ചെയ്യാറില്ല, ഇത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാറില്ല. എല്ലാവരുടെയും കാര്യമല്ല, തമന്നയെ പോലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ മാറുന്നതിനനുസരിച്ച് ടോപ്പിക്കുകൾ സബ്ജക്റ്റുകൾ മാറുന്നതനുസരിച്ച് ഓരോ ആഴ്ചയും ഓരോ ക്ലാസ്സുകൾ ഓരോ സബ്ജക്റ്റുകളൊക്കെ എടുക്കുമ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാകാം. അങ്ങനെയുള്ള കാര്യങ്ങളും വരാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ടീച്ചേഴ്സ് ഡയറി ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് വായിക്കണം കേട്ടോ. ഗ്രീഷ്മ ഇവിടെ ഉണ്ടോ? ഗ്രീഷ്മ പോയോ? ഗ്രീഷ്മ ഗ്രീഷ്മ ഏതാണ് സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അത് ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്തതാണോ? അങ്ങനെ അല്ല, മിസ് പറഞ്ഞതാണ്. അപ്പൊ അന്ന് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ?
ഇല്ല, അന്ന് പ്രസന്റ് ചെയ്തിരുന്നില്ല. അന്ന് എനിക്ക് കയറാൻ പറ്റി. എത്രാമത്തെ പേജ് ഇത്? മിസ് എൻ്റെ ടെക്സ്റ്റ് ഇല്ല, അപ്പൊ ഞാൻ ഇത് ക്ലാസ്സിൽ നിന്ന് ഞാനത് എഴുതി. ആരെങ്കിലും ഒന്ന് പേജ് നമ്പർ പറയാമോ അതിന്റെ? മിസ് അത് എടുത്തു പോയായിരുന്നാ? എടുത്തായിരുന്നോ ഞാനത്? ടീച്ചേഴ്സ് ഡയറി ഇല്ലാത്തതിന്റെ കുഴപ്പമാ. ഉണ്ടോ ചോദിക്കുന്നത് കേട്ടോ, ഞാൻ എടുത്തു പോയായിരുന്നു. എത്രാമത്തെ പേജാണ്? ഒന്നുകൂടി പറയാമോ? ടോപ്പിക്കിന്റെ പേര് പറയാമോ? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻസ്. അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ സ്കോപ്പും ആരോടാണ്ട് പറഞ്ഞിരുന്നു. അത് ആരോടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണോ? അത് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതല്ലേ? അത് മാം മറ്റേ മാമിന്റെ അല്ലേ? ആ ഞാനതാണ് ഇവിടെ നോക്കുന്നത്. അത് അപർണ മാമിന്റെ. സ്കോപ്പ് ഞാനാണ് പറഞ്ഞിരുന്നത്. ആണല്ലേ? ഞാൻ ഒന്നും പെൻഡിങ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് സെമിനാർ ഒന്നും പെൻഡിങ് ഇല്ലല്ലോ. എല്ലാം കണ്ടിന്യൂസ് ആയിട്ടല്ലേ വായിച്ചു പോയത്. എന്തെങ്കിലും ഇല്ല തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ആയല്ലോ. പക്ഷെ ഇതിനകത്ത് ഈ ഒരു ടോപ്പിക് കാണുന്നില്ല ഈ ടെക്സ്റ്റ് ബുക്കില്. അത് സെക്കൻഡ് ചാപ്റ്റർ ആണ് മിസ്. ഓക്കെ, അപ്പൊ അത് വിശാലിസ് അപർണ മാമിന്റെ. അപർണ മാം. ഗ്രീഷ്മ അപർണ മിസ്സിനോട് ചോദിക്കൂട്ടോ. അപർണ മാമിന്റെ ആണ് മിസ്. എനിക്ക് ഞാൻ വെള്ളിയാഴ്ച എന്ന് വിചാരിച്ചിരുന്നു. അല്ല, അത് എനിക്ക് തോന്നുന്നു ഇവര് മൂന്നുപേരുടെ ആരുടെങ്കിലും ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അതായിരിക്കും കൺഫ്യൂഷൻ വന്നത്. എന്റെ പേരറിയില്ലേ? പേരറിയാമോ എന്റെ? സത്യമായിട്ടില്ല മിസ്സേ. പേരറിയില്ല, നാളും അറിയില്ല അല്ലെ? പേര് അശ്വതി എന്നാണ് കേട്ടോ. അപർണ മിസ് വേറെയാണ് കേട്ടോ. ആ ഓക്കെ ഓക്കെ. ഞാൻ അപർണയല്ല. അല്ല, പലരും എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ അപർണയാണെന്ന് വിചാരിച്ച്. PG ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അപർണ മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ ഗ്രീഷ്മ. നാളെ മിസ് വരുമല്ലോ. അപ്പൊ കണ്ടക്ട് പ്രസന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നാളെ പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. ഫ്രൈഡേ ഞാൻ പറഞ്ഞിരുന്നേ. ഞാൻ ഇന്ന് ഫ്രൈഡേ എന്ന് വിചാരിച്ചപ്പോ എനിക്കത് മിസ്സാണെന്ന് തോന്നി. ഓക്കെ സാറില്ല, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് ഡയറി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് വിഡ്രോവൽ രജിസ്റ്റർ. ഗ്രീഷ്മ കഴിഞ്ഞ ക്ലാസ്സിലും ചോദിച്ചു എന്നോട് അല്ലേ, സെമിനാർ കണ്ടക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചായിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചായിരുന്നില്ലേ? അത് മിസ്സിനോട് തന്നെ ചോദിച്ചല്ലേ? അതുകൊണ്ട് ഞാൻ ഇന്നും ചോദിച്ചു ഗ്രീഷ്മ. അപ്പൊ എന്തെങ്കിലും സമയം പോട്ടെ, കുഴപ്പമില്ല. കണ്ടക്ട് ചെയ്തിരുന്നത് അത് ഓർത്തുകൊണ്ടാണ് ചോദിച്ചത്, ചെയ്യാവോ? ഞാൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല മിസ്. ഞാൻ PG ക്ലാസ് ആണ് കണ്ടു തുടങ്ങിയതേ. അത് കുഴപ്പമില്ല, മനുഷ്യനല്ലേ, മറവിയൊക്കെ സാധാരണ. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പൊ നാളെ എന്തായാലും അപർണ സമ്മതിക്കുവാണെങ്കിൽ നാളെ സെമിനാർ കണ്ടക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വൺ വിഡ്രോവൽ രജിസ്റ്റർ. അതൊന്ന് വായിച്ചോളൂ നിങ്ങള്. നിങ്ങൾക്ക് വലിയ ടോപ്പിക് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. വൈവക്ക് ചോദിക്കുമ്പോൾ 2 മിനിറ്റ് ബ്രീഫ് ചെയ്യാനാ പറയുള്ളൂ. അപ്പൊ ചെറിയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഡെയറിനെ കുറിച്ച് പറയാം, വിഡ്രോവൽ രജിസ്റ്ററിനെ കുറിച്ച് പറയാം കേട്ടോ. അതൊക്കെ നല്ല നല്ല ടോപ്പിക്കുകളല്ലേ. അപ്പൊ 2 മിനിറ്റിൽ ബ്രീഫ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ വൈവയ്ക്ക്. കേട്ടോ എല്ലാവരും? ഓക്കെ മിസ്. ഓക്കെ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്താണ് വിഡ്രോവൽ രജിസ്റ്റർ? എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തിനു വേണ്ടിയിട്ട് വിഡ്രോവൽ രജിസ്റ്റർ യൂസ് ചെയ്യുന്നേ? ഒരു സ്റ്റുഡന്റ് സ്കൂളിൽ നിന്ന് ലീവ് പോകുമ്പോ ആ. നമുക്ക് ബാക്കി അതിന്റെ അഡ്മിഷന്റെ കാര്യങ്ങൾ അവസാനിപ്പിച്ച് TC കൊടുത്ത് പറഞ്ഞിരിക്കണ എല്ലാതും ഉൾക്കൊള്ളിക്കണ രജിസ്റ്റർ. ഓക്കെ. പിന്നെ പിന്നെന്താണുള്ളത്? വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? പറയാട്ടോ, എല്ലാവർക്കും പറയാം. നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലാതെ എല്ലാം സ്റ്റുഡൻസ് ക്ലിയർ ചെയ്തിരിക്കണം അല്ലെ, ഈ വിഡ്രോവൽ ഇത് കിട്ടുന്നതിന് മുമ്പ്. നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഒന്നും പാടില്ല അല്ലെ, എല്ലാം ക്ലിയർ ചെയ്തിരിക്കണം. ഇത് കിട്ടി ഈ വിഡ്രോവൽ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ഈ TC പോലുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് മുമ്പ് ഒരു തരത്തിലുള്ള എന്താ പറയാ ഡ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിരിക്കണം, അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ അവിടെ ലൈബ്രറിയുടെ കാര്യം ഉദ്ദേശിക്കുന്ന മാം, നമ്മൾ ഈ ബുക്ക് അവിടെ പൈസ അടയ്ക്കുന്നതാണോ? അതെ അതെ, നമ്മളിപ്പോ ബുക്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതൊക്കെ തിരിച്ചു കൊണ്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ആ സ്കൂള് വിട്ടു പോവാനായിട്ട് അല്ലേ. ഇൻചാർജ് അതറിയാ ഡൗട്ട് വന്നതാ മിണ്ടായിരുന്നു. ഗെയിംസ് അത് ചില കോളേജുകളില് ഇപ്പം കോളേജ് പഠിച്ചിട്ട് പകുതി ആക്കിയവരുണ്ടാവില്ലേ, പഠിച്ചിട്ട് കല്യാണത്തിന്റെ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് പോവാത്തവര് അങ്ങനെയുള്ളവരുണ്ടാവില്ലേ, അവരുടെയൊക്കെ ഈ ചേരുന്ന സമയത്ത് SLC ബുക്ക് കാര്യങ്ങളൊക്കെ അവിടെ മേടിച്ചു വെച്ചിട്ട് അത് പിന്നെ ആ ഫീസ് അടച്ചാൽ മാത്രമേ, ബാക്കിയുള്ള എല്ലാ കൊല്ലത്തെ ഫീയും അടച്ചാൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടുള്ളൂ. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതുമായി ബന്ധമുണ്ടെന്ന് വെച്ചാല് നമുക്ക് ചില എന്താ പറയാ പരിമിതികൾ ഉണ്ട് ഇത് കൊടുക്കാനായിട്ട്. ചില കാര്യങ്ങള് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക. ബന്ധമുണ്ടോന്ന് വെച്ചാല് അത് എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല, ചില സ്കൂളുകളിൽ അത് ബാധകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏതെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ ഇല്ല, എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ ഒക്കെ അതൊക്കെ തീർക്കലാണൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോ എന്താ പറയാ സ്കൂള് വിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി എന്താ പറയാ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, വിഡ്രോവൽ സർട്ടിഫിക്കറ്റ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്റർ ആണ് ഈ വിഡ്രോവൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് എന്താ പറയാ ഇപ്പൊ സ്കൂൾ വിട്ടു പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, സ്റ്റുഡന്റ് ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോം പൂരിപ്പിച്ചിട്ട് സ്കൂൾ ഓഫീസിൽ TC സ്കൂൾ ഓഫീസിൽ അത് സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം ഓഫീസിൽ നിന്ന് കുട്ടിയുടെ അഡ്മിഷൻ അതുപോലെ തന്നെ എൻറോൾമെന്റ് രജിസ്റ്റർ എന്നിവ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വിഡ്രോവൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ TC കൊടുക്കുക കുട്ടിക്ക് കേട്ടോ. എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ അഡ്മിഷൻ രജിസ്റ്ററിലുള്ള കാര്യങ്ങൾ, എൻറോൾമെന്റ് രജിസ്റ്റർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് കുട്ടിക്ക് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയാ ഈ വിഡ്രോവൽ രജിസ്റ്ററിൽ ഈ ഇവിടുന്ന് പോകുന്ന, അതായത് സ്കൂൾ വിട്ടു പോകുന്ന കുട്ടിയുടെ പേര് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വിഡ്രോവൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതിന് ശേഷമാണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കുട്ടിക്ക് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും, അതായത് പോകാൻ പോകുന്നത് ഇപ്പൊ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്കായ ഒരു കുട്ടി ആ ഒരു സ്കൂളിൽ നിന്ന് പോവാണ്. ഓക്കെ, അതായത് ആ കുട്ടിക്ക് അവിടെ പഠിക്കണ്ട, വേറൊരു സ്കൂളിൽ ചേരാൻ പോവാണ്. ചിലപ്പോൾ ദൂരെയുള്ള സ്കൂളിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂരിപ്പിച്ചതിന് ശേഷം വിഡ്രോവൽ രജിസ്റ്ററിൽ ഈ കുട്ടിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എന്താണ് പർപ്പസ്, പോകാനുള്ള കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതിയതിന് ശേഷമാണ് കുട്ടിക്ക് TC അവിടെ നിന്ന് കൊടുക്കുന്നത് കേട്ടോ. നമുക്കറിയാമല്ലോ, നിങ്ങളൊക്കെ TC വാങ്ങിയിട്ടുള്ള ആളുകളല്ലേ. ഇപ്പൊ വിഡ്രോവൽ രജിസ്റ്ററിലാണ് അതിന്റെ ഡീറ്റെയിൽസ് എഴുതുന്നത്. അത് എഴുതിയിട്ടാണ് നമുക്ക് TC അവർ ഇഷ്യൂ ചെയ്യുള്ളൂ കേട്ടോ. കണ്ടക്ട് സർട്ടിഫിക്കറ്റും കിട്ടത്തില്ലേ? നമ്മുടെ ക്യാരക്ടർ ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ അതിൽ എഴുതും. ഗുഡ് ആണോ ആ ഒരു സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള അധികം നേരമൊന്നും വേണ്ട, സൈൻ ചെയ്യണത് വിഡ്രോവൽ രജിസ്റ്ററിലാണ് നമ്മൾ സൈൻ ചെയ്യുന്നത് അല്ലെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത് കേട്ടോ.
ഓക്കെ, മനസ്സിലായല്ലോ? വിഡ്രോവൽ രജിസ്റ്റർ പോകുന്ന സമയത്ത് കൊടുക്കുന്നതാണ്. അത്തരത്തിൽ പോകുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തി വെക്കുന്ന, ലീവായി പോകുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്റർ ആണെന്ത്? വിഡ്രോവൽ രജിസ്റ്റർ. ഇതിന്റെ ബേസിലാണ് കുട്ടിക്ക് TC കൊടുക്കുന്നത്. ഓക്കെ, അത് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഇതൊന്ന് വായിക്കാൻ മനസ്സിലാവും. ഒരു പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ ഒരിക്കലും ഫസ്റ്റ് ചെക്ക് ചെയ്യുക ഒരു ഫീ അടച്ചിട്ടുണ്ടോന്ന്. ഫീ അടച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യോ അല്ലേ? ശരിയാണ്, അത് ശരിയാണ്. ഫീ അടച്ചാല് മാത്രമാണ് അവര് കൊടുക്കുക അല്ലേ? അത് പ്രൈവറ്റ്, ഇപ്പൊ നമ്മൾക്കറിയാലോ ഹോസ്പിറ്റലുകളിലൊക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇൻ കേസ് ഒരു പേഷ്യന്റ് ചികിത്സയിൽ ഇരിക്കെ ഡെത്ത് ആയി കഴിഞ്ഞാല് അദ്ദേഹത്തിന് കംപ്ലീറ്റ് അവിടെ വരുന്ന ചെലവുകള്, ആ ഒരു എമൗണ്ട് എത്രയാണോ അത് അടച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വിട്ടുകൊടുക്കുക അല്ലെ? അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളില്? അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് എന്തെങ്കിലും ഫീയുടെ പെൻഡിങ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അത് അടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കിട്ടുക. അങ്ങനെയുണ്ട് കേട്ടോ. ഓക്കെ, the next one, data entry of students records in computer. അപ്പൊ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഫീഡ് ചെയ്യുന്നതെന്ന്. ആരാണ് ചോദിച്ചത്? ഒരു ക്ലാസ്സിൽ ചോദിച്ചല്ലോ. ഇപ്പൊ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടോ മിസ്സേ? അയാൾക്കുള്ള മറുപടി ദേ വരുന്നുണ്ട് കേട്ടോ, വായിച്ചു നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫും ആ ഒരു 4 പോയിന്റുകളും മാത്രം വായിച്ചാൽ മതി. അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് അല്ലെ? കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ എല്ലാത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഓഫീസുകളിലും ഉപയോഗിച്ചിട്ടാണ് വരുന്നത് അല്ലെ? കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല അല്ലെ? ശരിയാണോ? എല്ലാത്തിലും കമ്പ്യൂട്ടർ അല്ലേ കിട്ടുന്നേ? എവിടെ ചെന്നാലും കമ്പ്യൂട്ടറാണ്. നമ്മുടെ വളരെ ചുരുക്കം ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് ഇന്നും കമ്പ്യൂട്ടർ കാണാനായിട്ട് സാധിക്കില്ല. ചില പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ ഫോളോ ചെയ്ത് വരുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ എന്താ പറയാ, അവിടെയൊക്കെ നമ്മൾ OP കാർഡ് കാണിച്ചിട്ടാണ് ഫയൽ എടുക്കുന്നത്. നമ്മുടെ ഫോൺ നമ്പർ, ആ OP കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് നമ്മൾ പുതിയ ഫയൽ എടുക്കേണ്ടി വരും. അങ്ങനെയുണ്ടോ? ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എന്തുകൊണ്ടാ അത്? ശരിക്കും പറഞ്ഞാല് മോഡേൺ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? അപ്പൊ നമ്മുടെ OP എത്രയാണ് നമ്മുടെ OP നമ്പർ എന്നൊക്കെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് അവിടെ ഫയൽ എടുത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള പരമ്പരാഗതമായിട്ടുള്ള രീതികൾ പിന്തുടരുന്ന ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ എന്താണ്, ഒന്നും ഉണ്ടാവില്ല, കമ്പ്യൂട്ടർ ഒന്നുമില്ല. ആ ഒരു
പരമ്പരാഗത രീതി ആ ഒരു ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. അത് നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ എടുത്ത് വെക്കും. വേറെ ഒരു കാര്യവും അവിടെ നടക്കില്ല. ഇവിടെ ഉണ്ട് മിസ്സേ, ഇവിടെ അടുത്ത് മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്. എന്റെ മൂത്ത മോളുടെ പ്രസവം അവിടെ ഇരുന്നേ, ഓൾറെഡി ഡെലിവറിക്ക് അവിടെ പോയിരുന്നേ. എന്നിട്ട് അവൾക്ക് ഒരു 7 വയസ്സായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോഴും എന്നോട് ആ കാർഡ് ചോദിച്ചു അവര്, OP ടിക്കറ്റ് നമ്പറിന്റെ. എന്റെ ഉണ്ടായില്ല, പക്ഷെ എനിക്ക് ആ നമ്പർ ബൈ ഹാർട്ട് ആയിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് കാരണം അതിപ്പോഴും അറിയാം. അത് കാരണം അത് പറഞ്ഞ് എടുത്ത് സമ്മതിച്ചില്ല ഒരു പുതിയത് എടുക്കാനായിട്ട്. ശരിയാ. ഓക്കെ ഓക്കെ. ചിലവര് പുതിയത് എടുപ്പിക്കും കേട്ടോ. കാരണം ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മുമ്പത്തെ ട്രീറ്റ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മരുന്നുകൾ ഡോക്ടർക്ക് കാണണ്ടേ, ഇത് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് തന്നത്, അയാൾ പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെ മെഡിസിൻ തന്നു, ഇതൊക്കെ ഡോക്ടർക്ക് കാണണമെങ്കിൽ ഈ പഴയ ഒരു ഫയല് കയ്യില് വേണം. ഇതില്ലാതെ നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം കാര്യമാവില്ല. അവര് ചോദിക്കും എവിടെ അത്, ഞാൻ എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ എവിടെ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് എവിടെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ ഈ ഒരു OP നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി, നമ്മുടെ OP ഫയല് നമ്മുടെ മുമ്പിൽ വരും അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത്രയധികം സ്വാധീനം ഉണ്ട് ഇന്നത്തെ കാലത്ത് ഓരോന്നിനും. അതായത് എല്ലാ ഓഫീസുകളിലും, എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും, എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും എന്തുപയോഗിക്കുന്നുണ്ട്, സ്കൂളുകളിലും ഒക്കെ കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് സ്കൂളുകളിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, അവരുടെ റിസൾട്ടുകള്, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, അതായത് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതായത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള, കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് അതാത് സമയത്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ് അല്ലെ. നമ്മള് കുറേയധികം റെക്കോർഡുകൾ ഇങ്ങനെ കാലാകാലങ്ങളോളം സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല അല്ലെ. കമ്പ്യൂട്ടറിൽ ആ വിവരങ്ങൾ ഉണ്ടാകും. നമ്മളൊന്ന് പ്രസ് ചെയ്ത്, നമ്മളൊന്ന് കീ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മതി, നമ്മൾക്ക് വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ വരും. ആക്സസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും അല്ലെ. രജിസ്റ്ററുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ തപ്പിപ്പിടിക്കേണ്ട ആവശ്യകത ഉണ്ടാവും അല്ലെ. എത്ര രജിസ്റ്റർ ആണ് സ്കൂളുകളിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഓരോ കുട്ടികളുടെയും. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കുറെ സമയം എടുത്ത്, നമ്മുടെ ടൈം വേസ്റ്റ് ആണ്, കുറെ സമയം എടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും തപ്പി ഇങ്ങനെ പിടിക്കുന്നത് അല്ലെ. കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കീ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ വിവരങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, അപ്പോ എല്ലാവർക്കും താങ്ക് യു, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് നന്നായിട്ട് ഉറങ്ങാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു. Thank you. Thank you.